ISROയുടെ പുനരുപയോഗ റോക്കറ്റ് പുഷ്പകിന്റെ മൂന്നാം ഘട്ട പരീക്ഷണം ജൂൺ ആദ്യവാരം നടക്കും. ആദ്യ 2 ഘട്ട പരീക്ഷണങ്ങളും വിജയകരമായിരുന്നു. ചിത്രദുർഗ എയ്റോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിൽ മൂന്നാം ഘട്ടം നടത്തും. പുനരുപയോഗിക്കാൻ സാധിക്കുന്ന വിക്ഷേപണ വാഹനമായ പുഷ്പകിന്റെ മൂന്നാം ഘട്ട പരീക്ഷണം ജൂൺ ആദ്യവാരം നടക്കും. ആദ്യ 2 ഘട്ട പരീക്ഷണങ്ങൾ നടന്ന കർണാടകയിലെ ചിത്രദുർഗ് എയറോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിലാണ് മൂന്നാം പരീക്ഷണവും നടക്കുക. കാലാവസ്ഥ കൂടി പരിഗണിച്ച ശേഷമാകും തീയതി തീരുമാനിക്കുക. ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ശേഷം പേടകത്തെ വിമാനം പോലെ റൺവേയിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യിച്ച ശേഷം വീണ്ടും ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നതാണ് RLV LEX 03 എന്ന പുഷ്പകിന്റെ പ്രത്യേകത. ആദ്യ പരീക്ഷണത്തിൽ വിക്ഷേപണ വാഹനത്തെ റൺവേയിൽ നിന്ന് 4 കിലോമീറ്ററോളം അകലെ എത്തിച്ച ശേഷം നേർരേഖയിലുള്ള റൺവേയിലേക്ക് ലാൻഡ് ചെയ്യിക്കുകയായിരുന്നു. രണ്ടാം പരീക്ഷണത്തിൽ നാവിഗേഷൻ സംവിധാനങ്ങളുടെ സഹായത്തോടെ പുഷ്പക് സ്വയം റൺവേ കണ്ടെത്തി ലാൻഡ് ചെയ്യുകയായിരുന്നു. നടക്കാനിരിക്കുന്ന മൂന്നാം പരീക്ഷണത്തിൽ വാഹനത്തെ റൺവേയിൽ നിന്നും അകലെയുള്ള ലാൻഡിംഗ് ബുദ്ധിമുട്ടേറിയ ദിശയിൽ എത്തിക്കുകയും അവിടെ നിന്നും ദിശയും സ്ഥലവും കണക്കാക്കി സുരക്ഷിതമായി റൺവേയിലേക്ക് എത്താൻ കഴിയുമോ എന്നും പരീക്ഷിക്കും. മനുഷ്യരെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് കൂടുതൽ കരുത്തേകുന്നതാണ് ഈ പരീക്ഷണം. നാഷണൽ ഡെസ്ക്, ജനം.